വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമുക്ക് ഇവിടെ പരിചയപ്പെടാനുള്ള ഈ ആപ്പിനെ പറ്റിയിട്ടാണ്. ഇവിടെ ഒന്നാമത്തെ അതാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടണം. പലവർക്കും ഇതിനെപ്പറ്റി അറിയില്ല. ഇപ്പോൾ ട്രെൻഡായിട്ടുള്ള നല്ല ഒരു കിടിലൻ ആപ്പാണിത്. ഒരുപാട് കാര്യങ്ങൾക്ക് കുട്ടികൾക്ക് ഗെയിമിലൂടെ അക്ഷരങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല പെർഫെക്റ്റായ ഒരു ആപ്പാണ്. ഇത് ഡൗൺലോഡ് ചെയ്യേണ്ട രൂപവും ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഇതിൻ്റെ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസുകൾ നോക്കിയാൽ കാണും. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന വീഡിയോസുകളാണ് ഇതൊക്കെ. ഇൻഷാ അല്ലാഹ് അതിൽ ഒന്നാമത്തേതാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. മൊത്തത്തിൽ ഞാൻ ഷോർട്ടായിട്ട് പരിചയപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ഇതിൻ്റെ താഴത്തുണ്ടാവും, അത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് നോക്കാം. ഇതിൽ ഏകദേശം 11 ആക്ടിവിറ്റികളുണ്ട്. 11 ആക്ടിവിറ്റികൾ. ഇപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, ബാക്കിൽ നിന്ന് വരാം, 11ാമത്തേക്ക് പോവാം. അത് കുറച്ച് നല്ല മനസ്സിലാക്കാൻ. ഹംസ ഫൗക നബിറ. അതിലിപ്പോൾ ഹംസ ഫൗക നബ്ര. അതുപോലെ 10ാമത്തേൽ ഇതുപോലെ തന്നെ ഹർഫു മുൻഫസിൽ. അതുപോലെ അതിൻ്റെ അപ്പുറത്തുള്ള ആക്ടിവിറ്റിയിൽ ഇതാണ് 9ാമത്തെ. പിന്നെ 8ാമത്തത്. പിന്നെ 7ാമത്തത്. പിന്നെ 6ാമത്തത്. പിന്നെ 5ാമത്തത്. പിന്നെ 4ാമത്തത്. ഇതൊന്നും സമയം നമുക്ക് ചുരുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും ചെയ്യാത്തത്. അതിൽ ശരിയായതിൽ പിന്നെ അതിൻ്റെ സ്ഥാനത്ത് വെച്ചെടുത്താൽ മതി. പിന്നെ 3ാമത്തത്. പിന്നെ 2ാമത്തത്. അതായത് 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ആക്ടിവിറ്റിയും 1ാമത്തെ ആക്ടിവിറ്റിയും 2ാമത്തെ ആക്ടിവിറ്റിയാണ്. ഇതിൽ 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നിലവിലെ സ്ഥിതി പ്രകാരം ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റിയ ഒരു ആക്ടിവിറ്റി. അത് തർത്തീബ് പറഞ്ഞാൽ അത് ശരിയായ രൂപത്തിൽ അവിടെ വെക്കുക എന്നുള്ളതാണ്. ശരിയാണെങ്കിൽ അവിടെ സൈൻ ഇടും, തെറ്റാണെങ്കിൽ തെറ്റെന്നും ഇടും. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് തെറ്റിച്ചിടുകയാണ്. അപ്പോൾ എങ്ങനെ തെറ്റുക എന്നുള്ളതും കൂടി മനസ്സിലാക്കണമല്ലോ. ദാല് ജാ റാ ജാ എന്നാണ്. അപ്പോൾ ആ ജാനെ ഞാൻ ഇതിൻ്റെ മുമ്പിൽ വെക്കുകയാണ്. അപ്പോൾ ഇത് സംഭവം തെറ്റാണ്. ശരിയായ രൂപം ഇങ്ങനെയാണ്. അപ്പോൾ ഇത് തെറ്റായ രൂപമാണ്. അപ്പോൾ ഇങ്ങനെ കാണിക്കും. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇതാണ് ഇതിൽ 2ാമത്തെ ആക്ടിവിറ്റിയിൽ. ഇനി 1ാമത്തെ ആക്ടിവിറ്റിയിൽ എന്താ ഉള്ളത്? ഇതുപോലെ ഫ എന്നാ പറയുന്നത്. ഇനി ഒന്നുകൂടി മനസ്സിലായിട്ടില്ലെങ്കിൽ മുകളിൽ ഒന്ന് പ്രസ് ചെയ്യുക, പിന്നെയും പ്രസ് ചെയ്യുക, പിന്നെയും പ്രസ് ചെയ്യുക. എന്നിട്ട് അത് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം ഇവിടെ പ്രസ് ചെയ്യുക. ശരിയായതിൽ പ്രസ് ചെയ്യുക. അതിൽ 30 എണ്ണം ഉണ്ടാവും. 30 എണ്ണം. ജീം റോ സോദ് സീനാണ് പറഞ്ഞത്. ഞാൻ ജസ്റ്റ് തെറ്റിച്ചിട്ട് ഇതിൽ പിന്നെ ചെയ്യാണ്. അപ്പം ഇങ്ങനെ കാണിക്കും. ഗൈൻ അലിഫ് ളാദെന്നാണ് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാണ്, ജായിലേക്ക് ഇടുകയാണ്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം അത് തെറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ കാണിക്കുക എന്നുള്ളത് കാണും. ആണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ 30 പിന്നെ കാര്യങ്ങൾ അതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇൻഷാ അല്ലാഹ് തആല. അപ്പോൾ 1ാമത്തേതാണ്. 1ാമത്തേൽ 11 ആക്ടിവിറ്റി ഉണ്ട്. ഇൻഷാ അല്ലാഹ്. ഇനി 2ാമത്തെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ അതിൽ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ കുറേ വീഡിയോസുകളൊക്കെ ഒരു മിനിറ്റിൻ്റെ 2 മിനിറ്റിൻ്റെ ഒക്കെ ആയ കാരണത്താൽ 1 മിനിറ്റ് വീഡിയോ 2 മിനിറ്റ് വീഡിയോൻ്റെ ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അത് സ്റ്റോറിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ 3 മിനിറ്റിൻ്റെ മേലേക്ക് 4 മിനിറ്റിൻ്റെ മേലേക്കുള്ള വീഡിയോസുകളൊക്കെ ആയിരിക്കും നമുക്കിവിടെ കാണാൻ പറ്റുക. അതിൽ മിനിറ്റുകൾ കുറഞ്ഞ വീഡിയോസുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോസുകൾ ഷോർട്ട് വീഡിയോസുകളിലുണ്ടാവും. അപ്പോൾ അതിൽ നോക്കിയാലും കാണുന്നതാണ്. ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തത് 2ാമത്തേത് പരിചയപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ്.